വി.എസ്. അച്യുതാനന്ദനെ അധിക്ഷേപിച്ച് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ട താമരശ്ശേരി സ്വദേശി ആബിദ് അടിവാരത്തിനെതിരെ താമരശ്ശേരി പോലീസ് കേസെടുത്തു. ഡിവൈഎഫ്ഐ പ്രവർത്തകനും അഭിഭാഷകനുമായ പി സന്ദീപ് നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. വിദേശത്തുള്ള ആബിദ് ഫേസ്ബുക്കിലൂടെയാണ് വിദ്വേഷ പ്രചരണം നടത്തിയത്. വി.എസിനെ ഇസ്ലാം മതവിരോധിയായി ചിത്രീകരിക്കുന്ന രൂപത്തിലുള്ളതായിരുന്നു FB പോസ്റ്റ്. മേഘ ചേരുകയാണ്. മേഘ, ഈ ആബിദ് അടിവാരത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. വലിയ തോതിൽ ജനങ്ങൾക്ക്, കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു, കേസെടുത്തിരിക്കുന്നു. വിവരങ്ങൾ. ഷമ്മി, അതായത് കോൺഗ്രസ് സൈബർ പോരാളിയായ ആബിദ് അടിവാരത്തിനെതിരെ വലിയ വിമർശനം കഴിഞ്ഞ ദിവസം തന്നെ ഉയർന്നു വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും അഭിഭാഷകനുമായ പി സന്ദീപ് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസ് ആബിദിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് വി.എസ്. അച്യുതാനന്ദനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ആബിദിന്റെ FB പോസ്റ്റ്. അത് കൃത്യമായി തന്നെ വി.എസിനെ ഒരു മുസ്ലിം വിരോധിയായി ചിത്രീകരിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് ആബിദിന്റെ FB വാളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയപ്പോൾ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിന്റെ സ്ക്രീൻഷോട്ട് വലിയ തരത്തിൽ പ്രചരിക്കുന്ന സാഹചര്യം ഒക്കെ തന്നെയും ഉണ്ടായി. ഇയാളുടെ താമരശ്ശേരിയിലെ, മലേഷ്യയിൽ വെച്ചാണ് ഇയാൾ ഇത്തരത്തിലൊരു പോസ്റ്റ് FBയിൽ ഇടുന്നത്. ഇയാളുടെ താമരശ്ശേരിയിലെ സ്ഥാപനത്തിന് മുൻപിൽ ഇന്നലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്ന സാഹചര്യം ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസിൽ പരാതി നൽകുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കലാപം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇത്തരത്തിലൊരു എന്ന തരത്തിൽ കൂടി വകുപ്പുകൾ ചേർത്തിക്കൊണ്ടാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസ് ആബിദ് അടിവാരത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. നിരന്തരമായി തന്നെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് വലിയ തരത്തിൽ സമൂഹത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിൽ കലാപം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള FB പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഈ പരാതിയിലൂടെ പ്രധാനമായും മുൻപോട്ട് വെക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ കലാപ ആഹ്വാനം ഉൾപ്പെടെ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാളെ സംബന്ധിച്ച് പലവിധ ആരോപണങ്ങൾ, കള്ളപ്പണം, അതുപോലെ തന്നെ മതവിദ്വേഷം അടക്കമുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇയാൾ വിദേശത്താണ് സ്ഥിരമായി ഉണ്ടാവുക. ഇപ്പോൾ മലേഷ്യയിൽ എന്തോ ആണെന്ന് ഉള്ള വാർത്തകളാണ് വരുന്നത്. ഇത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ഇയാൾ ഈ വിദേശത്തിരുന്നു കൊണ്ടാണോ നാട്ടിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ, പ്രമുഖരായിട്ടുള്ള നേതാക്കളെ അപമാനിക്കുന്ന തരത്തിൽ ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിരന്തരമായി ഇട്ടുകൊണ്ടിരിക്കുന്നത്? മേഘ. ഷമ്മി, അതായത് ഫാസ ഫൗണ്ടേഷൻ എന്നൊരു സ്ഥാപനമാണ് ഇയാൾ താമരശ്ശേരിയിൽ നടത്തി വരുന്നത്. ഈ സ്ഥാപനത്തിന്റെ മറവിൽ, അതായത് ഈ ചാരിറ്റിയുടെ മറവിൽ വളരെ സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ ഇയാൾ നടത്തുന്നുണ്ട് എന്നതാണ് ഡിവൈഎഫ്ഐ ഉൾപ്പെടെ ആരോപിക്കുന്നത്. ഈ നിമിഷത്തിൽ അതുൾപ്പെടെ എല്ലാം പരിശോധിക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നായി ഉയരുന്ന സാഹചര്യം കൂടിയുണ്ട്. മതസ്പർദ്ധ വളർത്തുന്ന FB പോസ്റ്റിട്ട മത തീവ്രവാദിയെ തിരിച്ചറിയുക എന്ന തരത്തിൽ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ ഉൾപ്പെടെ ഈ പോസ്റ്ററുകൾ, അതായത് ഈ ഫാസ ഫൗണ്ടേഷൻ എന്ന ആബിദിന്റെ സ്ഥാപനത്തിന് മുകളിൽ ഡിവൈഎഫ്ഐ ഒട്ടിച്ച പോസ്റ്ററിൽ ഉൾപ്പെടെ ആ കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ചാരിറ്റിയുടെ മറവിൽ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ അന്വേഷിക്കണം എന്നുകൂടി ഡിവൈഎഫ്ഐ ഈ പ്രതിഷേധ പോസ്റ്ററുകളിൽ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെയും പരിശോധിക്കുന്ന ആവശ്യം നിലവിൽ പല കോണുകളിൽ നിന്നായി ഉയർന്നു വരുന്നുണ്ട്. ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ മലേഷ്യയിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത്. മലേഷ്യയിൽ വെച്ചാണ് ഇത്തരത്തിൽ വളരെ മോശമായ ഒരു FB പോസ്റ്റ് ഇയാളുടെ വാളിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിന് പിന്നാലെ വലിയ തരത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തെ തുടർന്ന് ഈ പോസ്റ്റ് പിൻവലിച്ചിരുന്നുവെങ്കിലും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇയാൾക്കെതിരെ ഒരു പരാതി നൽകുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമായ വർഗീയതയുടെ ഒരു പ്രചരണം ആ ഫേസ്ബുക്ക് ലൈനുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. അതുമാത്രവുമല്ല, മറ്റ് സംഘപരിവാർ സംഘടനകൾക്കെതിരോ ഒന്നും ഒരു വിമർശനവും ഇയാൾ ഉയർത്തുന്നില്ല. ഇയാളുടെ വിമർശനങ്ങളെല്ലാം CPIM-നെതിരാണ്, CPIM-ന്റെ നേതാക്കൾക്ക് എതിരാണ്. ഇയാൾ ശരിക്കും ഏത് സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ആളാണ്? ഇയാളുടെ രാഷ്ട്രീയം എന്താണ്? ഇയാളുടെ ഒരു മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? മേഘ. ഷമ്മി, അതായത് ആബിദ് അടിവാരത്തിന്റെ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ കൃത്യമായി തന്നെ മനസ്സിലാകും. ഒരു കോൺഗ്രസ് സൈബർ പോരാളിയാണ്.
കോൺഗ്രസിനു വേണ്ടി നിരന്തരം CPIM വിരുദ്ധത പ്രചരിപ്പിക്കുകയാണ് ഈ ആബിദ് ചെയ്യുന്നത്. മറ്റെന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മതവുമായോ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ഇടപാടുകൾ അല്ല മേഘ, അതിലൊരു ഇതുണ്ട്. കോൺഗ്രസിന് വേണ്ടിയല്ല, ഇദ്ദേഹം മതപരമായ പോസ്റ്റുകളാണ് ഇടുന്നതിൽ ഏതാണ്ട് 95% പോസ്റ്റുകളും മതപരമായ പോസ്റ്റുകളാണ്. നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അത് മനസ്സിലാകും. ഈ മതത്തിന്റെ കണ്ണിൽ കൂടിയാണ് ഇയാൾ ഓരോ പോസ്റ്റുകളും പ്ലേസ് ചെയ്യുന്നത്. കൃത്യമായി തന്നെ, അതായത് കഴിഞ്ഞ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്നത് ഈ CPIM വിരുദ്ധത ഏത് രീതിയിൽ പ്രചരിക്കാം. ജമാഅത്തെ ഇസ്ലാമിക്ക്, അതായത് പല കാര്യങ്ങളും ജമാഅത്തെ ഇസ്ലാമിയെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് പല പോസ്റ്റുകളും ഇയാളുടെ വാളിൽ നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. CPIM വിരുദ്ധത ഏത് രീതിയിലാണ്, സർക്കാർ വിരുദ്ധത ഏത് രീതിയിലാണ് പ്രചരിപ്പിക്കുക, അതിന് മതത്തെ കൂട്ടുപിടിക്കുക എന്നത് കൂടി കൃത്യമാണ്. അത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഇയാളുടെ വാളുകളിൽ നമുക്ക് മുഴുവനായി കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആബിദ് അടിവാരം എന്നത് ഒരു കോൺഗ്രസ് സൈബർ പോരാളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം കൃത്യമായി തന്നെ പല സമയങ്ങളിൽ CPIMനെതിരെ കാര്യങ്ങൾ പടച്ചുവിടുക എന്നത് തന്നെയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. അതിന് മതത്തെ കൂടി കൂട്ടുപിടിക്കുന്നുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം VS അച്യുതാനന്ദന്റെ മരണത്തിൽ കേരളം മുഴുവൻ വലിയ തരത്തിൽ വേദനയിൽ നിൽക്കുമ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട് അവസാന ക്രിയ പോലും നടക്കാത്ത സമയത്ത് പോലുമാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത്. എങ്ങനെയാണ് VSന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തീർത്തും ഒരു സമൂഹത്തിൽ കലാപം ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു മതത്തെക്കുറിച്ച് മോശമായി VS സൂചിപ്പിച്ചു എന്ന തരത്തിൽ പരാമർശം ഉള്ള ഒരു പോസ്റ്റ് വരുന്നത്, അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ എന്ത് ചാരിറ്റിയാണ് ചെയ്യുന്നത്, ഇയാളുടെ ബിസിനസ് സ്ഥാപനം അതായത് നേരത്തെ തന്നെ ഈ പ്രതിഷേധം ഉന്നയിക്കുമ്പോൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ ഫാസ ഫൗണ്ടേഷൻ എന്നൊരു ചാരിറ്റി സ്ഥാപനമാണ്. ഈ ചാരിറ്റി സ്ഥാപനത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നുണ്ടോ, അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കണമെന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. അതും വരും സമയങ്ങളിൽ ഒരുപക്ഷെ അത് പരാതിയെ പോലുള്ള സാധ്യത കൂടി കാണുന്നു. ഏതായാലും നിലവിൽ ഈ പോസ്റ്റ്, അതായത് കൃത്യമായി തന്നെ കലാപ ആഹ്വാനം നടത്തുക എന്ന തരത്തിൽ സൃഷ്ടിച്ച ഒരു പോസ്റ്റിനെതിരെയാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. തീർച്ചയായും മത മൗലികവാദത്തെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്ന പോസ്റ്റുകളാണ് ഇയാൾ ഇടുന്നത്. VSനെതിരായി ഇട്ട പോസ്റ്റിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. മേഘയാണ് വിവരങ്ങൾ നൽകിയത്.